Good afternoon. Okay, ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയൊക്കെ പറഞ്ഞു നിർത്തിയത് ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. ഒരു ശരിയായ നിയമന തീരുമാനത്തിന് വേണ്ട ടിപ്സ്. എന്തൊക്കെ ടിപ്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ഒന്നാമത്തെ പോയിന്റിൽ എന്താണ് പറഞ്ഞത്? എംപ്ലോയർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ്സ് ആൻഡ് വാണ്ട്സ്. നീഡ്സ് വാണ്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു എംപ്ലോയർ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ജോബ് പൊസിഷൻ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ്, ആ ജോബ് പൊസിഷൻ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് എംപ്ലോയർ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? എങ്ങനെയുള്ള എംപ്ലോയർ മസ്റ്റ് പ്രയോറിറ്റൈസ് ദ സ്കിൽ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ജോബ്. ആ ജോലിയുടെ സ്വഭാവത്തിന് അനുസൃതമായിട്ടുള്ള കഴിവുകൾക്കാണ് ഇന്റർവ്യൂവിൽ എന്ത് ചെയ്യേണ്ടത്? മുൻഗണന കൊടുക്കേണ്ടത്. എംപ്ലോയർ മസ്റ്റ് പ്രയോറിറ്റൈസ് ദ സ്കിൽസ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ജോബ്. എന്തെങ്കിലും കഴിവുകൾക്കല്ല, ആ ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള കഴിവുകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? എംപ്ലോയേഴ്സ് മസ്റ്റ് പ്രിപ്പയർ ദ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ബിഫോർ കണ്ടക്ടിങ് ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എംപ്ലോയർ പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. എങ്ങനെ വേണം? Before conducting an interview, the interviewer prepare the interview questions. Interview conduct ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇന്റർവ്യൂവർ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം. Then he or she should prepare the question guide. Question guide prepare ചെയ്യണം. Which include അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം? Some behavioral interview questions. Okay, 3 പോയിന്റ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട്? 3 പോയിന്റ്സ് വരെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു അല്ലേ? നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ അല്ലെ? ഓക്കെ, രമ്യ അവിടെ കമ്പിട്ടുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് എന്താ പറയുന്നത്? ഓക്കെ, എംപ്ലോയർ ഷുഡ് ആസ്ക് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻ to the candidates. Employer should ask open-ended questions. Open-ended questions candidates ചോദിക്കണം. അപ്പൊ എന്താണ് open-ended questions എന്ന് പറഞ്ഞാൽ? നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ yes or no എന്ന് ലളിതമായി ആൻസർ പറയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ, അതായത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് എസ് ഓർ നോ എന്നുള്ളത് ലളിതമായി അങ്ങനെ ഒറ്റ വാക്കിൽ നമ്മൾ എസ് ഓർ നോ അങ്ങനെ പറയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് വിശദീകരണം ആവശ്യമുള്ള അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണം എംപ്ലോയർ ചോദിക്കാൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. എംപ്ലോയർ ഷുഡ് ആസ്ക് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ദ കാൻഡിഡേറ്റ്സ്. Open-ended questions help to interviewer. ഇപ്പൊ ഇങ്ങനെയുള്ള ഈ open-ended questions എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഇന്റർവ്യൂവറിന് to find out how the candidate think and resolve the problem. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആ കാൻഡിഡേറ്റ്സ് എങ്ങനെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നു, ആ പ്രശ്നങ്ങളെ എങ്ങനെ അവൻ സോൾവ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇന്റർവ്യൂവറിന് കണ്ടെത്താൻ കഴിയും. യെസ് ഓർ നോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവിടെ തീർന്നു അല്ലെ? പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് പകരം കുറച്ചും കൂടി വിശദീകരണം നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ആൻസറിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കിടന്ന് ചോദിക്കാൻ. അങ്ങനെ ചോദിക്കുമ്പോൾ ഇന്റർവ്യൂവിന് കാൻഡിഡേറ്റ്സിന്റെ ആ ചിന്തകള്, അവരുടെ പ്രോബ്ലത്തെ റിസോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം കണ്ടെത്താൻ കഴിയും. അടുത്തത് നോക്കിയേ, employer should stay away from follow-up questions and leading statement. ഇതിലേക്ക് നയിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസിൽ നിന്ന് എംപ്ലോയർ വിട്ടു നിൽക്കണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരില്ല. അവിടെ ചോദിക്കുക, അവിടെ കാര്യങ്ങൾ അവിടെ തന്നെ തീർക്കാം കേട്ടോ. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയുള്ളതിലേക്കുള്ള ക്വസ്റ്റ്യൻസ് എംപ്ലോയർ അതിൽ നിന്നൊക്കെ അവര് വിട്ടു നിൽക്കണം.
Employers should ask some probing questions to the candidates. Probing questions ചോദിക്കണം. Probing എന്ന് പറഞ്ഞാൽ അന്വേഷണാത്മകമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാൻ. It help in identifying the knowledge and the understanding of the candidates. ഇത് കാൻഡിഡേറ്റ്സിന്റെ നോളജ്, അവരുടെ അറിവ്, അവരുടെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങള് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാൻ. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്വേഷണാത്മകമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതപ്പോ എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിന്റെ നോളജ് അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏഴാമത്തെ പോയിന്റിൽ എന്താ, എംപ്ലോയർ ഷുഡ് എൻഷുർ ദാറ്റ് കാൻഡിഡേറ്റ്സ് ഗിവ് റിലവന്റ് ഇൻഫർമേഷൻ. അവര് റിലവന്റ് ആയിട്ടുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന റിലവന്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നുണ്ട് എന്ന് എംപ്ലോയർ ഉറപ്പുവരുത്തണം. ആ ഇന്റർവ്യൂവിലൂടെ കാൻഡിഡേറ്റ്സിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ട വ്യക്തമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്ന രീതിയിലുള്ള കിട്ടുന്നുണ്ടെന്ന് എംപ്ലോയർ ഉറപ്പുവരുത്തണം. Candidates access the internet for online interview tips. ഇനി ചില കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നറിയും, ഈ ഇന്റർവ്യൂ ടിപ്സ്, ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് അതൊക്കെ പാറ്റേൺ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേണമെങ്കിൽ അവർ ഇന്റർനെറ്റ് ഉപയോഗിക്കാം. അപ്പൊ ഇന്ന് ഒരു നമ്മൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നൊക്കെ ഉള്ളത് അവർ നെറ്റിൽ നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പാട്ട് അവർ ചിലപ്പോ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴോ they are prepared for the interview and well aware of the standard question. അപ്പൊ അവര് ഇന്റർവ്യൂവിന് നല്ല പ്രിപ്പയർ ആണ് അല്ലെ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നല്ല അവെയർ ആ. എന്താ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അവര് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ളത് ഓൾറെഡി മനസ്സിലാക്കി അത് അവര് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു. അപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസിൽ അവർക്ക് നല്ല നോളജ് ഉണ്ട്. അങ്ങനെ ചില കുട്ടികൾ പ്രിപ്പയർ ആയിരിക്കും. Employer should never accept a standard response. എംപ്ലോയർ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വെച്ചിരിക്കുന്ന രീതിയിലില്ലേ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് റെസ്പോൺസ് കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ എംപ്ലോയർ ചോദിക്കരുത്. ബിക്കോസ് എന്തൊക്കെ ഇന്റർവ്യൂസ് ആർ ഇവാലുവേഷൻ. ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താ, ഇവാലുവേഷൻ, ഒരു ഇവാലുവേഷൻ ആണ്. ടു സീ, എന്തിനുള്ള ഇവാലുവേഷൻ? ടു സീ വെദർ ദ കാൻഡിഡേറ്റ്സ് ഈസ് suitable for the job or not. ആ കാൻഡിഡേറ്റ്സ് ജോബിന് അനുയോജ്യനാണോ അല്ലയോ, അവർ സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഇവാലുവേഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ രീതിയിൽ തന്നെ ആൻസർ പറയാൻ ശ്രമിക്കണം അല്ലെ. അവരുടെ ഉള്ളിലുള്ള സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ അത് വെച്ചിട്ട് തന്നെ കിട്ടണം. ബൈഹാർട്ട് ചെയ്ത് വെച്ചത് ഇല്ലേ. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയല്ലേ, പുതിയ സ്റ്റേറ്റിലൊക്കെ വന്നേക്കണേ. നമ്മളൊക്കെ പഠിച്ച സമയത്ത് വാട്ട് ഈസ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അത് നേരെ ആൻസർ അവിടെ എഴുതി വെക്കുന്നു. നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചത് അതിലേക്ക് നമ്മൾ എഴുതി വെക്കുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കുറെയൊക്കെ അവര് ക്രിയേറ്റീവായി ചിന്തിച്ച് തന്നെ ആലോചിച്ച് കണ്ടെത്തുന്ന രീതിയിലാണ്. എന്തിനാ, അവരുടെ ആ സർഗാത്മക കഴിവുകളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ. മറ്റത് നമ്മൾ പറയും ബൈഹാർട്ട് ചെയ്ത് ടീച്ചർ ക്വസ്റ്റ്യൻ തരുന്നു, നമ്മൾ പിറ്റേ ദിവസം ബൈഹാർട്ട് ചെയ്ത് നമ്മൾ അത് ലഭിക്കുന്നു. അത് നമ്മുടെ ഉള്ളിൽ തട്ടി വരുന്നതല്ല. അതിങ്ങനെ നമ്മൾ എന്താ പറയാ, അതിനു വേണ്ടി നമ്മൾ അധികം റിസ്ക് എടുക്കുന്നില്ല. തരുന്നത് ബൈഹാർട്ട് ചെയ്തുകൊണ്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ അവര് ചെയ്തില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് എംപ്ലോയർ അക്സെപ്റ്റ് ചെയ്തില്ല. അതെന്തുകൊണ്ടാ, ഇതൊരു ഇവാലുവേഷൻ ആണ്. ശരിക്കും ആ കാൻഡിഡേറ്റ്സ് ഇവാലുവേഷൻ നടത്തുകയാണ്. ആ കാൻഡിഡേറ്റ്സ് ആ ജോലിക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഒരു ഇവാലുവേഷൻ രീതിയാണ്. ക്ലിയർ ആയോ? 7 പോയിന്റ്സും ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ, ടിപ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ആണ് ജോബ് ഓഫർ ആണ് കേട്ടോ. ജോബ് ഓഫർ ഫസ്റ്റ് സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടേ. ദ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് ഈസ് കോൾഡ് എ ജോബ് ഓഫർ. എന്താണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്? എംപ്ലോയ്മെന്റ്, തൊഴിൽ ഓഫർ ചെയ്യാണ്. തൊഴിൽ വാഗ്ദാനം, നമ്മള് നിങ്ങൾക്ക് ഇവിടെ ജോലി തരാം എന്നുള്ളൊരു ഓഫർ, ഒരു വാഗ്ദാനം ചെയ്യാണ്. എംപ്ലോയ്മെന്റ് ഓഫർ ചെയ്യുന്നതിനെയാണ്, തൊഴിൽ ഓഫർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തതാട്ടോ. ദ ഓഫർ ഓഫ് ദ എംപ്ലോയ്മെന്റ് ഈസ് ഓൾസോ കോൾഡ് ജോബ് ഓഫർ. ക്ലിയർ അല്ലേ?
It is an official communication. നമ്മുടെ ക്ലാസ്സിൽ രമ്യ എന്ന് പറഞ്ഞ കുട്ടി മാത്രമുള്ള ചികിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. രമ്യ എല്ലാത്തിനും ആദ്യം തന്നെ തമ്മിടുണ്ട്, വേറെ ആൾക്കാരെയും തമ്മിൽ ഞാൻ കാണാറ്. ഒന്നാമതിൽ ഉച്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെ പോലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വയറ് തന്നിരിക്കുക, നിങ്ങളിപ്പോ ഫുഡൊക്കെ കഴിഞ്ഞ് വയറ് തന്നിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിരുന്ന ക്ലാസ് ശരിയാവോ? നിങ്ങളൊന്ന് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് വിട്. ഓക്കെ, അപ്പൊ ഒരു കമ്പടിച്ചതാട്ടെ ഇടയ്ക്കൊക്കെ, എന്നാലല്ലേ നിങ്ങൾ അവിടെ ഇട്ട് ക്ലാസ്സിലിട്ട് അവിടെ നിന്ന് ഉറങ്ങുന്നതിനാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പറയുന്നത് ക്ലിയർ ആവുന്നില്ല എല്ലാവർക്കും? ഓക്കെ, ഒന്നോ രണ്ടോ പേര് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് സന്തോഷമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നേ, അതെങ്ങനെ നമ്മൾ ജോലി നമ്മൾ ഓഫർ ചെയ്യാണ്, അതാണ് എന്തെന്ന് പറയുന്നത് ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇറ്റ് ഇസ് ആൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അണ്ടർലൈൻ ചെയ്തോട്ടെ. ഇതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോഴുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലല്ലോ അത്. ഇത് എന്താണ്? ജോബ് ഓഫർ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പാർട്ട് ഓഫ് ദ എംപ്ലോയർ ടു ദ ആപ്ലിക്കന്റ്. എംപ്ലോയർ ആപ്ലിക്കന്റ് തമ്മിലുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഏത്? ജോബ് ഓഫർ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് എംപ്ലോയർ ഓഫർ ദ ജോബ് ടു ദ ആപ്ലിക്കൻസ്. ഇവിടെ എന്താ ചെയ്യുന്നേ? ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ എന്താ ചെയ്തത്? എംപ്ലോയർ ആപ്ലിക്കൻസിന് ജോലി ഓഫർ ചെയ്യുന്നു. The employer offers the job to the applicants. എങ്ങനെയാണ് ഇനി ഇതെങ്ങനെയാണ് ഓഫർ ചെയ്യുന്നത്? either be oral ആയിട്ടായിരിക്കും, ഓറൽ ആയിട്ട് വായകൊണ്ട് അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ കൺവേഴ്സ്ഡ് ഓൺ ടെലിഫോൺ ഓർ ക്യാൻ ബി റിട്ടേൺ. ഫോണിലൂടെ ആകാം, അല്ലെങ്കിൽ റിട്ടേൺ ഫോമില് ലെറ്റർ ആയിട്ടോ മെയിൽ ചെയ്തോ അങ്ങനെയൊക്കെയാണോ? in the form of letter or through electronic media like email, mail വഴിയോ ലെറ്റർ വഴിയോ ടെലിഫോൺ വഴിയൊക്കെ ഓർമ്മയായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത് ആ ഓഫർ, ജോബ് ഓഫർ ആപ്ലിക്കൻസിനെ അറിയിക്കാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇനി when the offer is in written form, very important ആണ്. ഓക്കെ, ഇനി ഓഫർ റിട്ടേൺ ഫോമിലാണെങ്കിൽ, ഒരു എഴുത്ത് പോലെ ആ ഒരു രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യണം? It should clearly mention. എന്ത് മെൻഷൻ ചെയ്തോളണം? The designation. അവരുടെ പദവി ഏത് പൊസിഷനാണ്, ഏത് പൊസിഷനാണ്, സാലറി എത്ര രൂപ അവർക്ക് സാലറി കൊടുക്കും, then date of joining, എന്നാണ് ജോയിൻ ചെയ്യുന്ന ഡേറ്റ്, and any particular terms and condition of the employment. ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടേംസ് കണ്ടീഷൻസും ഇതെല്ലാം ക്ലിയർ ആയിട്ട് ജോബ് ഓഫറിൽ മെൻഷൻ ചെയ്യണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ പോയി അവിടെ ജോലിക്ക് നിൽക്കോ, ജോലിയുടെ ടീച്ചറെല്ലാം പറഞ്ഞ് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളത് ഇല്ലെങ്കിൽ ആണെങ്കിൽ മാത്രം നമ്മൾ അവിടെ ജോയിൻ ചെയ്യുള്ളൂ. അപ്പൊ എന്താണ് ഈ ജോബ് ഓഫറില് നമ്മൾ വെറുതെ സുഖമാണ് അങ്ങനെ എങ്ങനെയാണ് ലെറ്റർ എഴുതണമെന്ന് അല്ലാതെ ഇതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ എങ്ങനെയാണ് ഈ ജോബ് ഓഫർ റിട്ടേൺ ഫോമിലാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയണം. ഏതൊക്കെ കാര്യങ്ങള്? ഡെസിഗ്നേഷൻ, അവരുടെ പദവി, സാലറി, ഡേറ്റ് ഓഫ് ജോയിനിങ്, ആൻഡ് എനി പർട്ടിക്കുലർ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം പറയണം. ക്ലിയർ ആവണല്ലേ പറയണത്? അത് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. ഇനി in the case of non-academic hiring, before giving the job offer, it is necessary to get all the documents verified and authorized, and the employee should be clearly explained the terms and conditions regarding the job by the human resource department. ഇനി നോൺ അക്കാദമിക് ഹയറിംഗ് ആണെങ്കിൽ എങ്ങനെയാണ്? ആ ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുന്നേ എന്താ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യണം, അത് അംഗീകരിക്കണം. ആൻഡ് എംപ്ലോയിയോട്, ആ ആപ്ലിക്കൻസിനോട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തെന്നാ? ദ ടേംസ് ആൻഡ് കണ്ടീഷൻ റിഗാർഡിംഗ് ദ ജോബ്. ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് explain ചെയ്യണം by the human resource department. Human resource department ക്ലിയർ ആയിട്ട് ജോലിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി once the employee sign the offer letter, ഇനി എംപ്ലോയി ആപ്ലിക്കന്റ് ആ ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്യുവാണെങ്കിൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ആക്സെപ്റ്റ് ഓൾ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ആ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാവരും സ്വീകരിച്ചു.
നമ്മൾ അങ്ങനെയല്ല ഒരു ഫോം ഫില്ല് ചെയ്ത് നമ്മളോട് സൈൻ ചെയ്യാൻ പറയുമ്പോ അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാവരും നമ്മളത് ഓക്കെ ആണെങ്കിലും നമ്മൾ അവിടെ അടിയിൽ സൈൻ ചെയ്യുള്ളൂ. സൈൻ എന്ന് പറഞ്ഞാൽ നമ്മളത് പൂർണ്ണ സമ്മതമാണ്, അതല്ലേ നമ്മുടെ സൈനും കൊണ്ട് അർത്ഥമില്ല. അപ്പൊ നമ്മൾ ആ എംപ്ലോയി അതിൽ സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ കമ്പനിയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ സ്വീകരിച്ചു. The offer becomes legally binding on both the employee and employer. അപ്പൊ അത് സൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ലീഗലായിട്ട് നിയമപരമായിട്ട് ആരുടെ ആ ഓഫർ രണ്ടുപേർക്കും നിയമപരമായി ബാധകമാകും. എംപ്ലോയിക്കും എംപ്ലോയറിനും ലീഗലി എങ്ങനെയാണ്? ബിൻഡിങ് എന്ന് വെച്ചാൽ ബാധകമാണ്. അത് രണ്ടുപേർക്കും ബാധകമാകും. ഓഫർ ലെറ്ററിൽ ഈ എന്താണ് എംപ്ലോയി സൈൻ ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? എല്ലാ കമ്പനിയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അക്സെപ്റ്റ് ചെയ്തു. പിന്നെ എന്താണ് അവിടെ ഒരു നിയമപരമായിട്ട് അവിടെ ആ എംപ്ലോയിക്കും എംപ്ലോയറിനും കാര്യങ്ങൾ ബാധകമാണ്. ക്ലിയർ ആവുന്നില്ലേ? ഇനി നെക്സ്റ്റ് വരുന്നത്, അപ്പൊ അതിനകത്ത് ജോബ് ഓഫർ എന്താണ്? രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ അടുത്തത് നമ്മൾ ആ റിട്ടേൺ ഫോമിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം അതും അതിലത്രയും അണ്ടർലൈൻ ചെയ്തിടുക. 3 സെന്റൻസ്. ഇനി നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് ജോബ് ഓഫർ. പല തരത്തിലുള്ള ജോബ് ഓഫറുകൾ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് ഓഫർ വന്നിട്ടുണ്ടോ ഏതെങ്കിലും കമ്പനിയിൽ നിന്നൊക്കെ? അങ്ങനെ വന്നിട്ടുണ്ടോ ജോബ് ഓഫർ? പിന്നെ കമ്പനിയിൽ ജോലി ഓഫർ ചെയ്തോണ്ട് ഇല്ല. ഓക്കെ, ഇവിടെ പല തരത്തിലുള്ള ജോബ് ഓഫറുകൾ ഉണ്ട്. The offer of employment can be divided under the following categories. താഴെ പറയുന്ന ഈ കാറ്റഗറീസിൽ നമുക്ക് തിരിക്കാം. The offer of employment can be divided. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? Under the following categories. താഴെ പറയുന്ന കാറ്റഗറീസിൽ തിരിക്കാം. On the basis of condition. കണ്ടീഷനെ ബേസ് ചെയ്ത് on the basis of condition. കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് on the basis of condition. Okay, depending on the condition applied by the employer, an offer can be of the following types. Offer made. അതായത് നമുക്ക് കണ്ടീഷൻ ആണത്. കണ്ടീഷണൽ ബേസ് ചെയ്തിട്ട് ബേസ് ചെയ്തിട്ട് ഓഫറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കണ്ടീഷണൽ ജോബ് ഓഫർ ഉണ്ട്, ഫൈനൽ ഓഫർ ഉണ്ട്. എന്തൊക്കെയാണ്? കണ്ടീഷണൽ ജോബ് ഓഫർ ഉണ്ട്, ഫൈനൽ ഓഫർ ഉണ്ട്. ഇനി കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറഞ്ഞിട്ടാ, ഓക്കെ, when an organization puts forward this type of job offer, it implies that the applicant is offered a job which is subject to the conditions put forward by the employer. അതായത് എന്താണ്? എംപ്ലോയർക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ വഴിയാണ് കൊടുക്കുന്നത്. ഇന്ന കാര്യങ്ങൾ ആണെങ്കിൽ ജോലി ചെയ്യാം. മനസ്സിലായ? അതായത് എംപ്ലോയറിന് എന്തുണ്ടാകും? ഒരു കണ്ടീഷൻസ് ഉണ്ടാകും. ആ കണ്ടീഷൻ ആപ്ലിക്കൻസ് അവരത് ഓക്കെ ആണെങ്കിൽ, ആ കണ്ടീഷൻ അവര് അത് നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിലാണ് അവർക്ക് ജോബ് ഓഫർ കൊടുക്കുള്ളൂ. ഉണ്ടോ? അങ്ങനെയാണ് ആ പറയുന്നത്. അതായത് എംപ്ലോയി കണ്ടീഷൻസ് ഉണ്ടാകും, ആ കണ്ടീഷൻ വഴിയാണ് അവിടെ ജോബ് ഓഫർ ചെയ്യുന്നത്. അത് നോക്കിയേ, ആ ഫസ്റ്റ് സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. When the organization puts forward this type of job offer, it implies that the applicant is offered a job which is subjected to the conditions. A condition base ചെയ്തിട്ടാണ് ഓഫർ കൊടുക്കുന്നത്. Put forward by the employer. Okay, the condition may include. ഇനി എന്തൊക്കെ കണ്ടീഷൻ ആണ് അവിടെ നോക്കിയേ? Include undergoing tests such as drug test നടത്തണം. ഡ്രഗ് ടെസ്റ്റ് നടത്തി അതിന്റെ ആപ്ലിക്കൻസ് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോലി ഓഫർ ചെയ്യും. കണ്ടോ? ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തി, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തി അതിൽ ഓക്കെ ആണെങ്കിലാണ് ആ കണ്ടീഷൻ ആപ്ലിക്കൻസ് അവര് ആ കണ്ടീഷൻ പാലിക്കുകയാണെങ്കിൽ മാത്രമാണ് ജോബ് ഓഫർ ഉള്ളൂ. കണ്ടോ? Or any other clause put by the employer that is taken care of before finalizing the offer. എന്താ പറഞ്ഞിരിക്കുന്നത്? Okay, the condition may include
ടെസ്റ്റുകൾ പറഞ്ഞു. രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷന് വിധേയമാക്കിയിട്ടാണ് അത് ഓക്കെ ആണെങ്കിലാണ് ജോബ് ഓഫർ പറയുന്നത്. Then or any other clause എന്ന് പറഞ്ഞ വ്യവസ്ഥകൾ put by the employer പറയുന്ന കുറച്ച് വ്യവസ്ഥകൾ that is taken care of before finalizing the offer. ആ ഓഫർ ഫൈനൽ ആക്കുന്നതിന് മുന്നേ എംപ്ലോയർ കൊടുക്കുന്ന മറ്റു വ്യവസ്ഥകൾ ഇതെല്ലാം ഈ കണ്ടീഷൻ അവർ പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഓഫർ. ഡ്രഗ് ടെസ്റ്റ് നടത്തി അതിൽ കാൻഡിഡേറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഓഫർ ഇല്ല. മനസ്സിലായില്ലേ? This condition must be accepted by the applicant. ഈ കണ്ടീഷൻസ് must be accepted. Applicants conditions സ്വീകരിക്കുന്നു. When the offer is made conditionally, the employee is not legally bound until he agrees to terms and conditions mentioned in the offer letter and meets all the specified requirements. When the offer is made conditionally, the offer നമ്മൾ കണ്ടീഷൻ ആണ്, ഒരു കണ്ടീഷൻ ഒരു വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി ഓഫർ കൊടുക്കുന്നത്. അപ്പൊ നോക്കിയേ, the employee is not legally bound. ഈ ലീഗലി അവര് ബാധ്യസ്ഥരല്ല. എങ്ങനെ? He agreed to the terms and conditions mentioned in the offer letter. ഈ ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാം. ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നത്, അംഗീകരിക്കുകയും അതുപോലെ മീറ്റ് ദ സ്പെസിഫൈഡ് റിക്വയർമെന്റ്സ്, ആ നിർദ്ദിഷ്ട ആവശ്യകതകൾ പാലിക്കുകയും ചെയ്യുന്നത് വരെ എംപ്ലോയി അതിന് ലീഗലി അവര് ബാധ്യസ്ഥരല്ലാണ്. അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അവര് അതിന്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ ഒക്കെയുള്ളൂ. മനസ്സിലായോ? The employee is not legally bound. അവര് നിയമപരമായി ബാധ്യസ്ഥരല്ല. എങ്ങനെ? The terms and conditions mentioned in the offer letter. ഓഫർ ലെറ്ററിൽ പറഞ്ഞേക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ പാലിക്കുന്നത് വരെയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യുന്നത്, ഈ ചോദ്യം സ്പെസിഫൈഡ് എല്ലാ നിർദ്ദിഷ്ട ആവശ്യകതകളും പാലിക്കുന്നത് വരെയും എന്താ അവര് ആ ലീഗലി എങ്ങനെയല്ല അത് ബാധ്യസ്ഥരല്ല. ഇനി രണ്ടാമത്തെയാണ് ഫൈനൽ ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ? അവിടെ ഒരു കണ്ടീഷനും ഇല്ല. അത്രേ ഉള്ളൂ. അവിടെ ഒരു കണ്ടീഷനും പറയുന്നില്ല. ഓക്കെ, അവിടെ ഒരു കണ്ടീഷനും ഇല്ല. ഒന്നും തന്നെ ഇല്ലാതെയാണ് ഫൈനൽ ഓഫർ ലെറ്റർ നൽകുന്നത്. പിന്നീട് അത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു കണ്ടീഷനും ഇല്ല. ഇന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം ജോലി ഓഫർ ചെയ്യുന്നു, അങ്ങനെയുള്ള കണ്ടീഷൻ ഇല്ല. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അത്. But a final offer when the applicant is given a final offer letter, he is not required to fulfill any condition. അതിനുശേഷം അവരെന്താണ് അവര് വേറെ കണ്ടീഷൻസ് ഒന്നും നിറവേറ്റേണ്ടതില്ല. അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ്. When an applicant is given a final offer letter, he is not required. അവൻ എന്താണ് ഇനി വേറെ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യേണ്ടതില്ല. The moment the applicant accepts the job offer, he became legally bound to the terms and conditions of the organization employment contract. അപ്പൊ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിന്റെ ആ നിബന്ധനകൾക്കും വ്യവസ്ഥകളും പാലിക്കാൻ അയാൾ എങ്ങനെയാ നിയമപരമായി ബാധ്യസ്ഥനാകുന്നു. ഉണ്ടോ? എംപ്ലോയ്മെന്റ് കോൺട്രാക്ടറിന്റെ ആ നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കാൻ അയാള് നിയമപരമായി ബാധ്യസ്ഥനാകുന്നു. ഓക്കെ അല്ലേ? അതായത് ഇവിടെ ആ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. അവിടെ എന്താണ് ഈ ആപ്ലിക്കൻസിന് ഫൈനൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അവര് പിന്നെ വേറെ കണ്ടീഷൻസ് ഒന്നും പാലിക്കേണ്ടതില്ല. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ്. ഇനി അപ്പൊ നമ്മൾ ഇതെന്താണ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്? എന്തിനാണ്? ബേസിസ് ഓഫ് കണ്ടീഷൻ. കണ്ടീഷന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. കണ്ടീഷണൽ ജോബ് ഓഫറും ഫൈനൽ ഓഫറും പറഞ്ഞത്. ഇനി അടുത്തത് നോക്കിയേ, ബേസിസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷൻ. എന്തിന് ബേസ് ചെയ്തിട്ട്? ഓൺ ദ ബേസിസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷൻ. Depending on the compensation decision, offer letter can be divided under the following categories. Depending on compensation decision depend ചെയ്ത് ഓഫർ ലെറ്ററിനെ നമുക്ക്
താഴെ പറയുന്ന രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മനസ്സിലായോ? അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കോമ്പൻസേഷൻ ഡിസിഷനെ ബേസ് ചെയ്തിട്ട്. ഇത് താഴെ പറയുന്നുണ്ട്. Depending on the compensation decision, offer letter can be divided under the following category. അവിടെ നമ്മൾ ഓഫർ ലെറ്റർ പറഞ്ഞേക്കുന്നത് ലോ ജോബ് ഓഫർ. ഒന്നാമത്തേതാണ് ലോ ജോബ് ഓഫർ. രണ്ടാമത്തെയാണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ. മൂന്നാമത്തെയാണ് ഹൈ ജോബ് ഓഫർ. നാലാമത്തെയാണ് മാക്സിമം ജോബ് ഓഫർ. കിട്ടിയ നാലെണ്ണായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞത്. കണ്ടീഷണൽ ജോബ് ഓഫർ പറഞ്ഞു, അവിടെ ഫൈനൽ ഓഫർ പറഞ്ഞു. കണ്ടീഷണൽ ജോബ് ഓഫറിൽ എന്താ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. ആ കണ്ടീഷൻ പാലിക്കുകയാണെങ്കിൽ മാത്രമാണ് ഓഫർ ജോബ് ഓഫർ ഉള്ളൂ. ഇനി ഫൈനൽ ഓഫറിൽ എന്താ പറയുന്നത്? ഫൈനൽ ഓഫർ ലെറ്റർ ആപ്ലിക്കൻസിന് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു കണ്ടീഷനും പാലിക്കേണ്ടതില്ല. ഇനി രണ്ടാമത്തെ കോമ്പൻസേഷൻ ഡിസിഷന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഓഫർ ലെറ്ററിനെ നമുക്ക് നാലായിട്ട് തിരിക്കാം. പേരുകൾ നോക്കിയിരിക്കാം. ഏതാണ്? ലോ ജോബ് ഓഫർ, കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ, പിന്നെ അടുത്താണ് ഹൈ ജോബ് ഓഫർ, അടുത്താണ് മാക്സിമം ജോബ് ഓഫർ. ഫസ്റ്റ് നോക്കിയേ, ലോ ജോബ് ഓഫർ. ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല. ലോ ജോബ് ഓഫർ അതായത് ഒരു ആപ്ലിക്കൻസിനെ നമ്മൾ പുറത്തു നിന്ന് നമ്മൾ നിയമിക്കില്ലേ, നിയമിക്കാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയ കോസ്റ്റ്, അതാണ് ഏത് ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് അവർക്ക് കൂലി അല്ലെങ്കിൽ സാലറി ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴല്ലേ അവരെന്ത് ചെയ്യുന്നറിയോ, മാക്സിമം കുറഞ്ഞ തുകയ്ക്കാണ് ആ ക്യാൻഡിഡേറ്റ്സിനെ അവിടെ എടുക്കുന്നത്, ഹയർ ചെയ്തിരിക്കുന്നത്. ക്യാൻഡിഡേറ്റ്സിനെ നിയമിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് നിയമിക്കുന്നു. അതാണ് ലോ ജോബ് ഓഫർ. അതായത് ഇപ്പൊ മാർക്കറ്റില് നമുക്കിപ്പോ ഒരു ജോലിക്ക് 1000 രൂപ കൂലി ഉണ്ടെന്ന് വിചാരിക്കാം. എല്ലാ കമ്പനികളിലും ആ ജോലിക്ക് 1000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു? അതിലും കുറവ്, അപ്പൊ 700 രൂപയ്ക്കോ 600 രൂപയ്ക്കോ ഒക്കെ അയാൾ നിയമിക്കും. ക്ലിയർ ആയോ പറയണേ? എന്താ പറഞ്ഞേക്കുന്ന? സാലറി മൂല്യമൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ, അതായത് പുറത്തു നിന്ന് ക്യാൻഡിഡേറ്റ്സിനെ നിയമിക്കുമ്പോൾ കുറഞ്ഞ കോസ്റ്റ്, കുറഞ്ഞ ഇതിലാണ് നമ്മൾ അവരെ നിയമിക്കുന്നത്. അപ്പൊ കോമ്പൻസേഷൻ പാക്കേജുകൾ അവിടെ കുറവായിരിക്കും. അതായത് മാർക്കറ്റ് റേറ്റിന് കുറഞ്ഞ കൂലിക്കാണ് പുറത്തു നിന്ന് ക്യാൻഡിഡേറ്റ്സ് നിയമിക്കുന്നത്. The type of offer in which the employer's cost of hiring is kept low. Underline ചെയ്തേ, hiring അത് നിയമിക്കുന്നത് എത്ര കുറഞ്ഞ കൂലിക്കാണ് നിയമിക്കുന്നത്. ഹയർ ചെയ്ത് എങ്ങനെയാണ്? വളരെ കുറഞ്ഞ കോസ്റ്റിലാണ് ഹയർ ചെയ്യുന്നത്. The type of offer in which the employer's cost of hiring is kept low to the maximum possible extent is called low job offer. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തെടുക്കണം കേട്ടോ. അവരോട് ചോദിക്കാം എന്താണെന്നുള്ളത്. മനസ്സിലായോ? പുറത്തു നിന്ന് ക്യാൻഡിഡേറ്റ്സിനെ നമ്മൾ നിയമിക്കുമ്പോൾ എങ്ങനെയാണ്? മാർക്കറ്റിലുള്ളതിനേക്കാൾ കുറഞ്ഞ കൂലിക്കാണ് അവരെ നിയമിക്കുന്നത്. Compensation package offered along with the benefits and the incentives is also below the market rate. അപ്പൊ അവർക്ക് കോമ്പൻസേഷൻ പാക്കേജുകൾ കൊടുക്കും അല്ലെ, along with അതിന്റെ ഒപ്പം തന്നെ ബെനിഫിറ്റുകളാണ് അല്ലെ, അവർക്ക് ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട ഇൻസെന്റീവ്സ്, പ്രോത്സാഹനവും ആനുകൂല്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും? മാർക്കറ്റ് റേറ്റിൽ കുറവായിരിക്കും. Negotiating on the offer further might be denied. Deny ചെയ്യാന്ന് വെച്ചാൽ നിഷേധിക്കുക. അവിടെ നെഗോഷിയേഷന്റെ ആവശ്യമില്ല. Negotiating on the offer, പിന്നെ ചോദ്യങ്ങൾ വേറെ ചർച്ചകൾക്ക് കാര്യങ്ങൾക്ക് ഒന്നും എന്താണ് അവിടെ ബാധകമല്ല. അല്ലെങ്കിൽ അത് നിഷേധിക്കുന്നു. ഡിനൈഡ് ശരിക്കും നിരസിക്കപ്പെട്ടേക്കാം. The organization that work on cost leadership strategy
forward to going for low job offer as it control the labor cost. എന്തിനു വേണ്ടിയാ? ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലോ ജോബ് ഓഫർ കൊടുക്കുന്നത്. അത് ചിലപ്പോഴേ കമ്പനികൾ തന്നെ ചിലപ്പോ പുതിയതായിട്ട് ആരംഭിക്കുന്ന കമ്പനിയാകാം. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോ അവർക്ക് സാലറി കുറച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? ലോ ജോബ് ഓഫർ കൊടുക്കാം. മനസ്സിലായോ? ആ കമ്പനി പുതിയതായിട്ട് തുടങ്ങുന്നതാണ്. അപ്പൊ അവര് ആദ്യം കാൻഡിഡേറ്റ്സിനെ നമ്മൾ അവിടെ നിയമിക്കുമ്പോൾ അവര് വലിയൊരു നീതി കൊടുച്ചാൽ പറ്റിയില്ല. ഈ ആ സ്ഥാപനം വലുതായി വരുന്നതോറും ചിലപ്പോൾ സാലറി കൂട്ടി കൊടുക്കാം. അപ്പൊ ആദ്യം അവരെങ്ങനെയായിരിക്കും നിയമിക്കുന്നത്? അത് എന്താണ്? ലോ ജോബ് ഓഫർ ആ ഒരു ഇതിലായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ട്? കൺട്രോൾ ലേബർ കോസ്റ്റ്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേ. ലോ ജോബ് ഓഫർ എന്തിനാ കൊടുക്കുന്നത്? ലേബർ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് കൺട്രോൾസ് ലേബർ കോസ്റ്റ്. But this is not much effective from the perspective of talent retention as high profession applicants do not accept the job offer. എന്നാൽ എഫക്റ്റീവ് അല്ലാന്ന് എവിടെ? പെർസ്പെക്റ്റീവ് ടാലന്റ്, നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലേ, ടാലന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിലനിർത്താൻ ഈ ലോ ജോബ് ഓഫർ എഫക്റ്റീവ് അല്ല. എന്തുകൊണ്ടാ? എനിക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ലിട്ടുണ്ട്, പിന്നെ ഞാൻ ഈ കുറഞ്ഞ കൂലിക്ക് ഞാൻ അവിടെ നിൽക്കുക. എനിക്ക് എത്ര രൂപ പറഞ്ഞാലും എനിക്ക് സാലറി കിട്ടുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ടാലന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവിടെ നിലനിർത്താൻ, പിന്നെ അതുപോലെ തന്നെ കഴിവുകൾ കൂടിയ എംപ്ലോയീസിലെ അവരെയൊക്കെ നിലനിർത്താനൊക്കെ ആയിട്ട് നമുക്ക് ഈ ലോ ജോബ് ഓഫർ പറ്റുന്നില്ല. കണ്ടോ? ഹൈ proficient applicants would not accept a low job offer. അപ്പൊ അവർക്ക് ഈ ലോ ജോബ് ഓഫർ പറ്റില്ല. ക്ലിയർ ആവല്ലേ പറയുന്നത്? Such offers are also misfit for important positions, especially in organizations following a differentiation strategy, or those whose competitive advantages depend on research which demands skilled professional. അതെന്നെ പറഞ്ഞേക്കുന്നത് ഇമ്പോർട്ടന്റ് പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ഇത് മിസ്ഫിറ്റ് ആണ്, ഫിറ്റ് അല്ല അല്ലെ? ഒരു ഉയർന്ന ടോപ്പിൽ ഇരിക്കുന്ന ഒരു മാനേജറിന് കുറഞ്ഞ ജോലി താഴെയൊക്കെ പറഞ്ഞാൽ അവര് സമ്മതിക്കോ? പറ്റൂല അല്ലെ? അപ്പൊ അത് നോക്കിയേ, സ്കിൽഡ് പ്രൊഫഷണൽസിന് അങ്ങനെയുള്ള ഇതിന് ഈ ലോ ജോബ് ഓഫർ പറ്റില്ല. Thus, the low job offer are not suited for top position. ഇതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ. Low job offers are not suitable for top positions. Top positionൽ ഇരിക്കുന്നവർക്ക് suitable അല്ല. Because it is crucial for organization to hire talented individuals or leaders. അവർക്കെന്ന് പറഞ്ഞാൽ ടാലന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ വ്യക്തികൾ തന്നെയായിരിക്കും ലീഡർമാരായിരിക്കേണ്ടത് നിർണായകമാണ്. ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ ഹൈ പൊസിഷനിൽ ഇരിക്കാൻ നല്ല കഴിവുള്ളവർ തന്നെ വേണം. ഇപ്പൊ താഴെയുള്ള ഒരാൾക്കുണ്ടെന്ന് കുറഞ്ഞ കൂലിക്ക് നമുക്ക് ആ പൊസിഷൻ നിർമ്മിക്കാൻ പറ്റൂല, അവിടെ ഇരുത്താൻ പറ്റൂല. അപ്പൊ ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ്? ടാലന്റഡ് ഇൻഡിവിജ്വലിനെ തന്നെ വേണം ലീഡർമാരായിട്ട് നിയമിക്കാൻ. അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ക്രൂഷ്യമാണ്, നിർണായകമാണ്. കഴിവില്ലാത്ത ഒരാളെ ഹെഡായിട്ട് ഇരുത്താൻ പറ്റില്ല. The strategy was best to fill the opening for the position where the quality of the employee is not important. കണ്ടോ? ഇനി ഈ ലോ ജോബ് ഓഫർ ആർക്കത് ഫിറ്റ് ആവാം? ലോ ജോബ് ഓഫർ ആർക്കത് ഫിറ്റ് ആവാം? ബെസ്റ്റ് ഇൻ ഫില്ലിംഗ് ഓപ്പണിംഗ് ഫോർ പൊസിഷൻ where the quality of the employee is not important. അതായത് എംപ്ലോയിയുടെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടന്റ് ഇല്ലാത്ത പൊസിഷൻ ഇല്ലേ, വലിയ ക്വാളിഫിക്കേഷൻ ഒക്കെ അങ്ങനെയുള്ള പൊസിഷനുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ ജോബ് ഓഫർ അത് വർക്ക്ഔട്ട് ആകും. The task needed skilled and professional employee at a high turnover rate is tolerate. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതെന്താണ് ഇതാക്കാൻ പറ്റില്ല, ടോളറേറ്റ് സഹിക്കാവുന്നതല്ല. അങ്ങനെയുള്ളവർ the task needed low skill. കേട്ടോ, കുറഞ്ഞ കഴിവുള്ളവരില്ലേ? The task needed low skill.
കുറഞ്ഞ കഴിവുള്ളവര് and professional employees high turnover rate അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. Although this strategy can give adequate applicants, keeping the organization status and image in nature. Although this strategy can give adequate applicants, keeping the ഈ strategy എവിടെയാണ് ഇതാവുന്നത് അനുയോജ്യമായ applicants, keeping the organization സ്റ്റാറ്റസ്. അതാ നമ്മൾ പറഞ്ഞില്ല ഓർഗനൈസേഷന്റെ സ്റ്റാറ്റസ്, അതിന്റെ നില, അതിന്റെ ഇമേജ് ഒക്കെ, ആ ഡേഞ്ചർ, ആ പൊസിഷൻ, അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവുള്ളൂ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങിയുള്ളൂ, അവർക്ക് ആദ്യം തന്നെ എംപ്ലോയീസിന് വലിയ സാലറി കൊടുത്ത് ചിലപ്പോൾ നിർത്താൻ പറ്റില്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരൊരു അപകടാവസ്ഥയിലേക്ക് വേണമെങ്കിൽ വരാം. അതായത് ഈ നമുക്കപ്പൊ അങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സ്റ്റാറ്റസ് നിലനിർത്താനായിട്ട്, അപകടത്തിലാകാതെ നിലനിർത്താനായിട്ട് ഈ സ്ട്രാറ്റജിക്ക് കഴിയുന്നു. The strategy can give adequate applicants, keeping the organization status and image in danger. ഒരു ഓർഗനൈസേഷന്റെ ഇമേജ് അപകടത്തിലാകാതെ നിലനിർത്താനായിട്ട് ഈ സ്ട്രാറ്റജിക്ക് കഴിയുന്നു. ഓക്കെ, strategy can give adequate applicants, keeping the organization status and image in danger. ഇനി അടുത്തതാണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ. കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ, കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ മറ്റ് ഓർഗനൈസേഷൻസ് ആണ് കേട്ടോ. കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ മറ്റ് ഓർഗനൈസേഷനുകളാണ്. In this type, the salary offered to the applicant is at par. At par എന്ന് പറഞ്ഞാൽ തുല്യമായ par. It is a similar post in the other organization of the same industry. In this type, ഇതിനകത്ത് രണ്ടാമത്തെ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ, ഇതിനകത്ത് സാലറി എങ്ങനെയാണെന്ന് പറയുന്നത് is at par with the similar post in other organization of the same salary. അതായത് മറ്റു സ്ഥാപനങ്ങളിലെ സെയിം ഇൻഡസ്ട്രിയില് ഇപ്പൊ ഓരോ തൊഴില് തന്നെ, ഇപ്പൊ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ്, നമ്മളെ പോലെ എഡ്യൂക്കേഷൻ ഹബ്ബ് അതുപോലെയുള്ള വേറെ സ്ഥാപനങ്ങളില്ല. അപ്പൊ രണ്ടിടത്തും നമ്മുടെ എന്താ പറയാ, അവർ തുല്യമായിട്ടുള്ള പാക്കേജ് ആയിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ അവർക്ക് എത്ര സാലറിയാ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും അവരും അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ വേറെ പ്രശ്നമില്ല, കൂടുതൽ കുറവൊന്നുമില്ല. അതാണ് in this type the salary offered to the applicant is at par. തുല്യമായിരിക്കും with the similar post. ഇവിടുത്തെ സിമിലർ പോസ്റ്റില് അല്ലെങ്കിൽ വേറെ ഓർഗനൈസേഷനും ആ സിമിലർ പോസ്റ്റിൽ ഉള്ളവർക്ക് എന്താണ് സെയിം സാലറി ആണ് അവർ ഓഫർ ചെയ്തത് കേട്ടോ. in other organization of the same industry, ആ സെയിം ഇൻഡസ്ട്രിയില് സിമിലർ പോസ്റ്റില് എന്താണ് ആ സെയിം സാലറി ആണ് ഓഫർ ചെയ്യുന്നത്. ചെയ്തിട്ടോ ഇവിടെ in this dash type of offer അങ്ങനെ ചോദിക്കാം. The dash type of job offer, the salary offered to the applicant is at par. തുല്യമായിട്ട് കൊടുക്കുന്നതിനായിട്ടാണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ. കോമ്പറ്റേറ്റീവ് ജോബ് എന്ന് പറഞ്ഞാൽ മറ്റ് ഓർഗനൈസേഷനിലെ നമ്മുടെ സെയിം ചെയ്യുന്ന മറ്റു ഓർഗനൈസേഷൻ, അപ്പൊ അവരാണ് എത്രയാണോ സാലറി കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മളും കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? രണ്ടും തുല്യമായിട്ടുള്ള സാലറിയാണ്, സാലറി പാക്കേജ് കൊടുക്കുന്നത്. The salary package offered is nearly equal to what the competitors are offering to equal qualified individual for such as position. The salary package offered is nearly equal to what the competitors are offering. Competitors നമ്മുടെ കോമ്പറ്റീറ്റീവ്സ് പറഞ്ഞ മറ്റു ഓർഗനൈസേഷൻ ആണ് അല്ലെ, അവർ ഓഫർ ചെയ്യുന്ന അതേ പാക്കേജ് ആയിരിക്കും, സാലറി പാക്കേജ് ആയിരിക്കും നമുക്ക് കൊടുക്കുന്നത്. To equally qualified individuals for such a position, ആ പൊസിഷനിലേക്ക് ഈക്വലി സെയിം ക്വാളിഫിക്കേഷൻസിലുള്ള അവർക്ക് കൊടുക്കുന്ന അതേ ഇത് തന്നെയായിരിക്കും സാലറി പാക്കേജ് ആയിരിക്കും നമ്മൾ ഓഫർ ചെയ്യുന്നത്. Negotiation of the package is totally denied. അപ്പൊ അവിടെ നെഗോഷിയേഷൻ വേണോ, ചർച്ചകൾ വേണോ അല്ലെ? നിനക്ക് എത്രയാണ് സാലറി കിട്ടുന്നത്? അവിടെ 30,000. എനിക്ക് ഞാനും ആ പോസ്റ്റിൽ തന്നെ ഇരിക്കുന്നത്, എനിക്ക് ഇവിടെ 30,000. അപ്പൊ നമ്മള് എന്തെങ്കിലും കമ്പനിയായിട്ട് വല്ല വിലപേശന്റെയോ കാര്യങ്ങൾക്ക് വേണോ, ആവശ്യം വരും അവിടെ. അവർക്കും മറ്റോ ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഈ പൊസിഷനിൽ അവരും അത്ര തന്നെ കൊടുക്കുന്നേ. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് പറയണേ?
ആ സെയിം പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ആ ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നത് സെയിം തന്നെയാണ്. അപ്പൊ അവിടെ വേറെ നമ്മൾ കമ്പനിയായിട്ട് വലിയ തർക്കിക്കാനോ വഴക്കിനോ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. നെഗോഷിയേറ്റിംഗ് ഓൺ ദ പാക്കേജ് ഈസ് നോട്ട് totally denied. Even without intention to the often the company, the top finalists are usually not interested in competitive job offers backed before them. Okay, even without the intentions, ഉദ്ദേശങ്ങൾ നമുക്ക് കമ്പനീനെ ഒരു കുറ്റപ്പെടുത്താനുള്ള ഉദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. The top finalists are usually not interested. അപ്പൊ ടോപ്പ് ഫൈനലിസ്റ്റുകൾക്ക് ഇത് അവരത് ഇൻട്രസ്റ്റ് അല്ലാത്ത ഈ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ പ്ലേസ്ഡ് ബിഫോർ ദം, അവരുടെ മുന്നിൽ വെച്ചിട്ടുള്ള ആ ജോബ് ഓഫറിൽ അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ഇപ്പൊ ഞാൻ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, എനിക്ക് കുറച്ചുകൂടി ചിലപ്പോ അങ്ങനെ കിട്ടണമെന്നാണല്ലേ അന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ടോപ്പ് ഫൈനലിസ്റ്റിന് എന്താണ് ഈ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫറിന് അവര് താല്പര്യം കാണിക്കാറില്ല. അതായത് കമ്പനിയെ കുറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശമൊന്നും അങ്ങനെ അല്ല, അല്ലാതെ അവരത് ടോട്ടലി ടോപ്പ് ഫൈനലിസ്റ്റുകളും എന്ത് ചെയ്യുന്നില്ല, അവിടെ താല്പര്യം കാണിക്കുന്നില്ല. The top finalists are usually not interested in competitive job offer placed before them. കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ അവരുടെ മുന്നിൽ വെച്ച കോമ്പറ്റേറ്റീവ് ജോബ് ഓഫറിന് അവര് താല്പര്യം കാണിക്കുന്നില്ല. ഇനി അടുത്തതാണ് ഹൈ ജോബ് ഓഫർ. ഹൈ ജോബ് ഓഫർ രണ്ടും ക്ലിയർ ആണോ? ഓക്കെ. ഇനി മൂന്നാമത്തെ ഹൈ ജോബ് ഓഫർ ആണ് കേട്ടോ. ഇനി high job offer, the total package offered is higher than the market rate. ഒന്നാമത്തെ അണ്ടർലൈൻ ചെയ്തേ. അവിടെ എങ്ങനെയായിരിക്കും ഇത്? നമ്മൾ അതിന് മുന്നത്തെ ഉള്ള സെന്റൻസിലെ ആ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ അവിടെ. ഓക്കെ. രണ്ടാമത്തെ നോക്കിയേ, ഹൈ ജോബ് ഓഫർ. In high job offer, the total package offered is higher than the market rate. അപ്പൊ ഇവിടെ എങ്ങനെയാ ഹൈ ജോബ് ഓഫറിൽ ടോട്ടൽ പാക്കേജ് എങ്ങനെയായിരിക്കും? മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതലാണ്. മാർക്കറ്റിൽ എത്രയാണോ അതിനേക്കാളും കൂടുതൽ സാലറി കൊടുക്കുന്നേ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. In high job offer, the total package offered is higher than the market rate. Market rate നേക്കാളും കൂടുതലാണ്. Negotiation of the package further may not be entirely denied. Negotiation വേണ്ട. അത് മാർക്കറ്റിൽ ഇപ്പൊ മറ്റു കമ്പനി ആണെങ്കിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമ്മൾ കൊടുക്കണേ. അതാണ് ഹൈ ജോബ് ഓഫർ ആണ്. മാർക്കറ്റില് ആ ആപ്ലിക്കൻസിന് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്ന സാലറിയേക്കാളും കൂടുതലാണ് കൊടുക്കുന്നത്. മാർക്കറ്റ് റേറ്റിലും കൂടുതലാണ്. നെഗോഷിയേഷൻ ഓൺ ദ പാക്കേജ് ഫർദർ മേ നോട്ട് ബി ഡിനൈഡ്. നെഗോഷിയേഷൻ ഡിനൈ ചെയ്തേക്കാണ്. The organization giving high job offer are considered more attractive among the employee for whom monetary benefits matter. എന്തിനു വേണ്ടിയാ നമ്മൾ അങ്ങനെ ജോബ് ഓഫർ കൊടുക്കുന്നത്? ഹൈ ജോബ് ഓഫർ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? കൂടുതൽ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ അല്ലെ? നമ്മളെല്ലാവരും ഒരുപാട് ഇരിക്കുക. ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് എനിക്ക് 50,000 ഉണ്ട് സാലറി. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, അതെ അവിടെ വാട്ടോ, അവിടെ ഒരു പൊസിഷൻ ഉണ്ട്, അവിടെ ഒരു സാലറി പാക്കേജ് 50,000 ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അട്രാക്റ്റീവ് ആവില്ലേ? നിങ്ങൾ ചിലപ്പോൾ 20,000 രൂപയ്ക്ക് വർക്ക് ചെയ്യണമായിരിക്കും, അവിടെ 50,000 50,000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് അട്രാക്ട് ആവില്ലേ? എന്തിനു വേണ്ടിയാ അങ്ങനെ ഹൈ ജോബ് ഓഫർ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അട്രാക്റ്റീവ് among the employees. Employees-നെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Then it is also boost the organization image. അത് ഓർഗനൈസേഷന്റെ ഇമേജിനെ എന്ത് ചെയ്യുന്നു? ബൂസ്റ്റ് ചെയ്യുന്നു. ഓർഗനൈസേഷന്റെ ഇമേജിനെ ബൂസ്റ്റ് ചെയ്യുന്നു. It is also boost the organization's image. ഓർഗനൈസേഷന്റെ ഇമേജിനെ ബൂസ്റ്റ് ചെയ്യുന്നു. To stay away from any disparity among the employee and to avoid moral issues between them. അവർ തമ്മിലുള്ള മോറൽ ഇഷ്യൂസ്, ധാർമ്മിക പ്രശ്നങ്ങൾ ഏതെങ്കിലും തമ്മിൽ അവരുടെ അസമത്വം ഒഴിവാക്കുന്നതിനോ, disparity. To stay away from any disparity among the employee and to avoid moral issues between them. അവർ തമ്മിലുള്ള മോറൽ ധാർമ്മികമായ പ്രശ്നങ്ങളോ അവരുടെ ഡിസ്പാരിറ്റി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
ഒഴിവാക്കി അങ്ങനെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, believe in giving the new hires a one-time incentives like the joining bonus, relocation allowance, or yearly performance review so that their salaries instantly show on increases. അത് അവരൊരു ഉയർന്ന ശമ്പളത്തിനാണ് അവിടെ അവർ നിൽക്കുന്നത്. വാർഷിക പ്രകടന ഇയർലി പെർഫോമൻസ് റിവ്യൂ, വാർഷിക പ്രകടന റിവ്യൂ അവലോകനത്തിന്, പിന്നെ അതുപോലെ തന്നെ ജോയിനിങ് ബോണസ്, റീലൊക്കേഷൻ അലവൻസ്, ഇതൊക്കെ തുടങ്ങിയ വൺ ടൈം പ്രോത്സാഹനം നൽകുന്നതിന് വിശ്വസിക്കുക. അപ്പൊ അവർക്ക് അതൊക്കെ ചേരുമ്പോഴത്തേക്കും ജോയിനിങ് ബോണസ് ആയിട്ട് ഇത്ര രൂപ അങ്ങനെയൊക്കെ അവർക്ക് അങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് സാലറി എങ്ങനെയാണ്, സാലറീസ് ഇൻസ്റ്റന്റ്ലി ഷോ ആർ ഇൻക്രീസസ്, അവരുടെ സാലറി ഇൻക്രീസ് ചെയ്യാണ്. Then, apart from these initial preferences, their salaries are kept at par. ആ initial preference ന് പുറമെ, initial preference ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം വേണമെങ്കിൽ ബോണസ് ആയിട്ട് ഇപ്പൊ ശരിക്കും സാലറി പറഞ്ഞേക്കുന്നത് 20,000 ആണ്. അപ്പൊ ആദ്യത്തെ ജോയിനിങ് ബോണസ് എന്ന് പറഞ്ഞാൽ 25,000 ചിലപ്പോ ആദ്യ മാസം തരും അവര്. അടുത്ത മാസം തുടങ്ങി നോർമൽ സാലറി തന്നെയായിരിക്കും. മനസ്സിലായോ? അങ്ങനെ തരും. ഇനി ഇങ്ങനെയുള്ള ആ ഇനിഷ്യൽ പ്രിഫറൻസിന് പുറമെ തന്നെ സാലറീസ് ആർ കെപ്റ്റ് അറ്റ് പാർ വിത്ത്, എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്, അതർ എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. പിന്നീടുള്ള സാലറി മറ്റുള്ള എംപ്ലോയീസിനെ പോലെ തന്നെയായിരിക്കും. അപ്പൊ അവർക്ക് ഒരു ജോയിനിങ് ബോണസ്, റീലൊക്കേഷൻ അലവൻസ്, ഇയർലി പെർഫോമൻസ് റിവ്യൂ, ഇങ്ങനെയുള്ള ഇതിന്റെ പേരിൽ അവരുടെ ഇനിഷ്യൽ പ്രിഫറൻസ് അവർക്ക് കൊടുക്കും. അതായത് ആ കമ്പനിയിൽ അവർ ജോയിൻ ചെയ്യുമ്പോൾ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ആദ്യമായിട്ട് അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇനിഷ്യൽ സാലറി കൂടുതലുണ്ടാവും. ബാക്കി എല്ലാ ഓർഗനൈസേഷനിലും മറ്റുള്ള എംപ്ലോയീസിനും ഒക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ തുല്യമായ രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അടുത്തതാണ് ലാസ്റ്റത്തെയാണ് മാക്സിമം ജോബ് ഓഫർ. ഇനി മാക്സിമം ജോബ് ഓഫർ ആണ് തന്നെ. ഇപ്പൊ ലോ ജോബ് ഓഫർ പറഞ്ഞു, പിന്നെ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കമ്പനികളും സെയിം ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഹൈ ജോബ് ഓഫറിൽ എങ്ങനെ കൊടുത്തേക്കുന്നത്, കൂടുതലാണ്, മാർക്കറ്റ് റേറ്റ് കൂടുതലാണ്. അതൊന്നും ക്ലിയർ ആയില്ല നിങ്ങൾ. അങ്ങനെ നിങ്ങൾ അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലേക്കായി ഇതിലാണ് കൊടുക്കുന്നത്. ഇനി കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞ എന്താണ്, അവിടെ സാലറി എങ്ങനെയാണ് ഇരിക്കുന്നത്, സാലറി എങ്ങനെയാ സെയിം ആണ്, മറ്റു ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന സെയിം സാലറി തന്നെയാണ്. ഇനി ഹൈ ജോബ് ഓഫറിൽ എങ്ങനെയാണ്, സാലറി പാക്കേജ് എങ്ങനെയാണ്, മാർക്കറ്റ് റേറ്റിലേക്കാൾ കൂടുതലാണ്. ഇനി അടുത്തതാണ് മാക്സിമം ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, in this type of job offer, the firm is providing its best possible remuneration, പ്രതിഫലം, remuneration, പ്രതിഫലം കൊടുക്കാണ് to the selected candidates. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. In this type of job offer, the firm is providing its best possible remuneration to the selected candidates. തിരഞ്ഞെടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഏറ്റവും സാധ്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നു, ഈ റിമ്യൂണറേഷൻ, പ്രതിഫലം കൊടുക്കുന്നു. അതാണ് മാക്സിമം ജോബ് ഓഫർ. ഓർഗനൈസേഷൻ തിരഞ്ഞെടുക്കുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള റിമ്യൂണറേഷൻ, പ്രതിഫലം ചെയ്യുന്ന രീതിയാണ് അത്. നോക്കിയേ, നെഗോഷിയേഷൻ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ഇവിടെ നെഗോഷിയേഷന്റെ ആവശ്യമില്ല. ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും സാധ്യമായിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നത് മാക്സിമം ജോബ് ഓഫർ ആണ്. ഫർദർ നെഗോഷിയേഷൻ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. നെഗോഷിയേഷൻ ഇവിടെ അക്സെപ്റ്റബിൾ അല്ല. Offer is made. It can be any of the 3 job offer. ഏതെങ്കിലും ആകാം, any of the 3 job offers ആവാം. That is either a low or a competitive or high offer. ഒന്നുകിൽ low job offer ആകാം, competitive job offer ആവാം, അല്ലെങ്കിൽ high job offer ആവാം. ഏതായാലും നമ്മൾ മാക്സിമം ആണ് അവിടെ കൊടുക്കുന്നത്.
ഇനി നോക്കിയേ, the company really clearly specified that it has offered what it offered for the post and convey its genuine interest in the finalist and leave it to the finalist to accept or reject the offer. എന്താ പറഞ്ഞ കമ്പനി വ്യക്തമായിട്ട് അത് കൺവേ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോസ്റ്റിലേക്ക് നമുക്ക് തരാൻ പറ്റുന്ന സാലറി പാക്കേജ് ഇതാണ്. ഈ പോസ്റ്റിലേക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന സാലറി പാക്കേജ് ഇത് തന്നെയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. കമ്പനി വെരി ക്ലിയർലി സ്പെസിഫൈഡ്, കമ്പനി വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം that it has offered and it can afford for the post. ആ പോസ്റ്റില് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, താങ്ങാൻ പറ്റുന്ന സാലറി പാക്കേജ് ഇത് തന്നെയാണ് എന്ന് കമ്പനി വ്യക്തമായിട്ട് പറയണം. ആൻഡ് കൺവേ ഇറ്റ് ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഫൈനലിസ്റ്റ്. അത് നോക്കിയിട്ട് കാൻഡിഡേറ്റ്സ് ജെനുവിൻ ആയിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഫൈനലിസ്റ്റിന് ഒന്നിനെ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ആ ജോബ് ഓഫർ അതനുസരിച്ച് അവര് കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും തരാൻ പറ്റുള്ളൂ അല്ലെ, ഇത്രയും സാലറിയാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് ഫൈനലിസ്റ്റിന് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ആ ജോബ് ഓഫർ ആക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യോ ചെയ്യാം. ഇറ്റ് ട്രൈസ് ടു ഇറാഡിക്കേറ്റ് എനി കൈൻഡ് ഓഫ് നെഗറ്റീവ് ഫീലിംഗ്. അപ്പൊ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഫീലിംഗും അവിടെ ഉണ്ടാവുന്നില്ല. വിച്ച് മേ അറൈസ് ഇൻ ദ മൈൻഡ് ഓഫ് ദ ഫൈനലിസ്റ്റ്. ഫൈനലിസ്റ്റിന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവുന്നില്ല. എക്സ്പെക്ടേഷൻ, അവരുടെ പ്രതീക്ഷ അല്ലെ, അതിന് അതായത് അവര് ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ താഴെയായിരിക്കും. ഞാനൊരു 20,000 രൂപയെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെന്നപ്പോ എനിക്ക് മാക്സിമം ജോബ് ഓഫറാണ്, എനിക്ക് അവിടെ ഒരു 30,000 കിട്ടി. ഞാൻ എന്റെ എക്സ്പെക്ടേഷൻ അല്ലെ, എന്റെ പ്രതീക്ഷ അതിനേക്കാളും കൂടുതലാണ് അവിടെ എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഞാനത് പോസിറ്റീവായിട്ട് എടുക്കണോ അല്ലെ? എനിക്ക് അവിടെ ഒരു നെഗറ്റീവ് ഫീലിംഗിന്റെ ആവശ്യമില്ല. അത് ഇറാഡിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇല്ലാതാക്കുന്നു. എനി കൈൻഡ് ഓഫ് നെഗറ്റീവ് ഫീലിംഗ്, യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കുന്നില്ല, അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ എക്സ്പെക്ടേഷനേക്കാളും കൂടുതലാണ്. എക്സ്പെക്ടേഷൻ അതിനേക്കാളും ജോബ് ഓഫർ എങ്ങനെയാണ് കൂടുതലാണ്. The strategy work best when the organization offers a candidate a package that is less than his current package. The salary works best when the organization offers a candidate a package that is less than his current package. എന്താ പറഞ്ഞേക്കുന്നത്, നിലവിലുള്ള പാക്കേജിനേക്കാൾ കുറഞ്ഞ പാക്കേജ് വാഗ്ദാനം ചെയ്യാനായിട്ട് ഈ തന്ത്രം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് അതായത് ഇപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് നമുക്ക് അവിടെ കിട്ടുന്നത് അല്ലെ. അതായത് കമ്പനി എന്താണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് വ്യക്തമായിട്ട് കൺവേ ചെയ്യണം. ഈ പോസ്റ്റിലേക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന സാലറി പാക്കേജ് ഇത് തന്നെയാണെന്ന് വ്യക്തമായിട്ട് പറയണം. അങ്ങനെയാണെങ്കിൽ ഫൈനലിസ്റ്റിന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ എന്നുള്ളത്. അതാണ് മാക്സിമം ജോബ് ഓഫർ പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ജോബ് ഓഫർ പറഞ്ഞു, അടുത്തത് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ പറഞ്ഞു, പിന്നെ അടുത്തതാണ് ഹൈ ജോബ് ഓഫർ പറഞ്ഞു, ആ മാക്സിമം ജോബ് ഓഫർ. അപ്പൊ അതൊക്കെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഡാഷ് ടൈപ്പ് ഓഫ് ജോബ് ഓഫർ the firm is providing its best possible remuneration to the attractive candidates. എന്താണ് മാക്സിമം ജോബ് ഓഫർ. ഇത്രയും കാര്യങ്ങള് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്തത് കണ്ടന്റ് ഓഫ് ദ ജോബ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടന്റ് ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ഓക്കെ, എന്ന് ഞാനൊരു 2-3 മിനിറ്റ് മുന്നേ നിർത്തിയതാണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ